കുറച്ച് പിടിച്ചിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട് അടുത്ത് തന്നെ, മലയക്കോട്ട വാലിബൻ. അതിൽ മുണ്ടില്ല, എന്നാലും ഞാൻ താടി വളർത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ മീശ പിടിക്കില്ല. അല്ലെങ്കിൽ എല്ലാവരും എന്നെ ലാലേട്ടാന്ന് വിളിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ലാലേട്ടാന്ന് വിളിച്ചിട്ട് പുള്ളി തന്നെ ചമ്പുന്നത് ഞാൻ കണ്ടു. ജൂലിയോടുള്ള ഒരു 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 ഫയർ, ഇത് പറയുന്ന ഒരു വാക്ക് തന്നെ നല്ലതാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ലാലൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞ പോലെ തന്നെ തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരൻ അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മല കാണുന്നു. അപ്പോൾ അപ്പൂന് എന്ത് തോന്നും? എന്ത് മല? ഒരു മല, അത് എങ്ങനത്തെ മലയാണെന്ന് പറയും. ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ച് ചോദിച്ചിട്ട് ഞാനൊക്കെ നല്ല പടപെടാന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഓക്കെ, നാളെ പോയിട്ട് ലാലേട്ടനെ പറ്റി തമാശ പടം എഴുതിയേക്കാൻ എനിക്കതിനെ അറിയില്ല. ഇപ്പോഴും കഥാപാത്രത്തിന് അനുയോജ്യമായ ആക്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ് കറക്റ്റ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പറയുമല്ലോ, പുള്ളി പണ്ടത്തെ പോലെ ഒന്നുമില്ല, ഇപ്പം ആകെ മാറിപ്പോയി മറ്റേ സിനിമ. അങ്ങനെ എനിക്ക് ഒരിക്കലും പറയാൻ തോന്നിയിട്ടില്ല. എന്ന് കാണുന്നത് ഞാൻ ഈ മോഹൻലാൽ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. എനിക്കൊരു 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി ഇറങ്ങി. സിനിമ തുടങ്ങി, ആ നായകനെ കാണിച്ചപ്പോൾ ചുറ്റിലിരുന്നവര് ഇങ്ങനെ ആർത്ത് വിളിച്ചു. അവരുടെ കയ്യിൽ അവർ വീട്ടിൽ നിന്ന് കീറിക്കൊണ്ടുവന്ന പേപ്പറൊക്കെയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ മേളിലേക്ക് എറിഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ആദ്യത്തെ എൻ്റെ സിനിമ പാരഡൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ജയിലർ കാണാൻ നേരത്തും അതേ ഫീലിങ്സ് ആയിരുന്നു ഒരു ലാലേട്ടൻ ചിത്രത്തിന് എനിക്ക് നൽകാൻ കഴിഞ്ഞത് എന്നത് ഒരു അത്ഭുതമാണ്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ഒരു ഒറ്റ ലാലേട്ടൻ ചിത്രം മതി ഇൻഡസ്ട്രിയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനെന്ന് പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദി ഗ്രേറ്റ് ലാലേട്ടൻ വിത്ത് ടീം നേര്. ഇപ്പം വാനപ്രസ്ഥത്തിന്റെ സെറ്റിൽ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏകദേശം 10 കിലോ ഉള്ള ഒരു കിരീടം 10 മണിക്കൂറോളം സാറ് തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥ കഥകളിക്കാർ പോലും അത്രയും നേരം അതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഫയർ നിലനിർത്തുന്നത്? ഇല്ല, ആദ്യം വനപ്രസ്ഥത്തിനെ കുറിച്ച് പറയാം. അതൊരു വളരെ അധികം ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ഡ്രസ്സിങ്ങാണ്. ഒരു 63ഓളം കെട്ട് വരും. പിന്നെ ആ കിരീടത്തിന് നല്ല ഭാരമുണ്ട്. അത് നനച്ച് ജസ്റ്റ് ഒരു പ്രാവശ്യം കെട്ടുള്ളൂ. അപ്പം അത് തലേന്ന് ഊരിപ്പോരാതിരിക്കണം. അതാണ് ആ ഗുരുത്വം എന്ന് പറയുന്നത്. അവർക്ക് വളരെയധികം പ്രാക്ടീസ് ആയതുകൊണ്ട് അവർക്ക് പോയി ഇരിക്കാം, അത് വെച്ചിട്ട് കിടന്നുറങ്ങാം. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത് വെച്ചിട്ട് ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നമ്മൾ അതേ സമയം കൊണ്ട് നിന്നു. ഞാനത് 10 മണിക്കൂറില്ല 13 മണിക്കൂർ വരെ നിന്നിട്ടുണ്ട്. നമുക്കൊരു നേച്ചർ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത സമയമാണ്. അപ്പോൾ അതൊരു കൺവിക്ഷനാണ് സിനിമയോടുള്ള. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഫയർ, ഇത് പറയുന്ന ഒരു വാക്ക് തന്നെ നല്ലതാണ്. അതില്ലാതാവുമ്പോൾ അതെല്ലാം പോകും. അപ്പോൾ ഈ എന്താ പറയുക, നേരെ എന്ന സിനിമയിലും അതേ ഫയറിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് സാധിക്കുന്നത് നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന മറ്റ് ആക്ടേഴ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നല്ല റോളുകൾ കിട്ടുക, നമുക്ക് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരിക. അപ്പം നമുക്ക് അതിൽ നിന്നൊരു മടുപ്പുണ്ടാകില്ല. അപ്പോൾ കൂടുതൽ അത് നന്നായിട്ട് ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ടാകും. അപ്പം മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അറിയാതെ വന്നൊരു ആക്ടറാണ്. വന്നപ്പോൾ ആ സിനിമയോടൊരു താല്പര്യം തോന്നി. അപ്പോൾ അതിനൊരു ഭയങ്കര ഫയർ ഉണ്ടായി, അല്ലേ, നമുക്കൊരു സിനിമ ചെയ്യണം. അതേ ഫയർ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ പേപ്പർ ചുരുട്ടി എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം മാത്രമല്ല, എൻ്റെ കൂടെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ മനസ്സാൽ നന്ദി പറയുന്നു. ലാൽ സാർ, ഇപ്പോൾ നേരെ സിനിമയുടെ ട്രെയിലറൊക്കെ വലിയൊരു ഓളം ഉണ്ടാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ. നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമാണോ ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? അല്ല, ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ആ സിനിമയിൽ അഭിനയിച്ച പാഷൻ ആക്ടർ. ഇനിയും കാണുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ് ആ സിനിമയെ സ്വീകരിക്കണോ വേണ്ടതെന്നുള്ളത്. പാഷൻ ആക്ടർ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത സിനിമയെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ 21st വരെയാണ് എൻ്റെ ഈ സിനിമ. അത് കഴിഞ്ഞാൽ അതിന് ഒരു കറക്ഷനും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ ചെയ്യണം.
പക്ഷെ അത് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേറ്റവും വലിയ കാര്യം ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതിൻ്റെ കഥ എഴുതിയാൽ, ഡയറക്ടർ, ഒരുപാട് പേര് ചേർന്നൊരു വലിയൊരു കോൺഗ്രസ്സാണ്. എപ്പോഴും സിനിമ എനിക്ക് തോന്നുന്നു മലയാളത്തിലായിരിക്കാം പെട്ടെന്ന് ആദ്യം ഒരു ആക്ടറുടെ പേരിൽ ആരോപിക്കപ്പെടും ആ സിനിമ മോശമായാൽ, അല്ലെങ്കിൽ ശരിക്കും ഒരു ഡയറക്ടറുടെ പേരിലാണ് പല സ്ഥലത്ത് വേറെ ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സിനിമ ഏറ്റവും നന്നായിട്ട്, ഇപ്പം അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്ന റോള് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അത് മാത്രമല്ല, ആ സിനിമയുടെ ടോട്ടാലിറ്റിയിലും നിങ്ങൾ കൂടെ സഞ്ചരിക്കണം. അത് വളരെ നല്ലൊരു സിനിമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമയും വളരെയധികം കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് അഭിനയിച്ചിട്ട് അത് ഞങ്ങൾ കണ്ടു, അത് ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ അതിലൊരു സത്യസന്ധത വേണം. അപ്പോൾ ആ സത്യസന്ധതയോടെ തന്നെയാണ് പറയുന്നത്. നേരെന്നുള്ളത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണ്. അവർ ഒരുപാട് എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നൊരു തോട്ടിനെ ഇവർ രണ്ടുപേരും കൂടെ ഏതാണ്ട് 2 വർഷം കൊണ്ട് ചെയ്തിട്ട് ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞ് നമുക്കും അത് ഇഷ്ടമായി ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ മോശമാണെന്ന് പറയാൻ ഉള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു നല്ല സിനിമയെ മോശമാണെന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, എന്താ ലാലേട്ടനുമായിട്ട് ഏറ്റവും കൂടുതൽ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത് ജഗതി ചേട്ടനാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞിടയ്ക്കാണ് അറിയുന്നത് അത് സിദ്ദിഖിക്കയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. ഇപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്താ കപ്പൊന്നും കിട്ടാത്ത ഐറ്റമായിട്ട് ഞാൻ ഹോർലിക്സ് സൂപ്പിലിട്ടു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് ദൃശ്യത്തിലെ ആ കോമ്പിനേഷൻ സീനും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ലാലേട്ടൻ എന്നൊരു ആക്ടിനെ, നാച്ചുറൽ ആക്ടിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ആ ആക്ടറിൽ വരുന്ന ഇങ്ങനെ ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ടല്ലോ, ഓരോ സിനിമ കഴിഞ്ഞ് പുതിയതായി വരുന്ന മാറ്റങ്ങളെ, അത് ഒരു സഹനടൻ എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് സിദ്ദിഖിയെ നോക്കി കാണുന്നത്? അതിനേക്കാളും ഇപ്പോൾ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴോ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് മോഹൻലാലാണ്, സൂപ്പർ സ്റ്റാറാണ്, നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള ആളാണെന്നൊക്കെ ഉള്ളത് മറന്നു പോകും. ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് എന്നെയും അങ്ങനെയാണ് കണക്കാക്കുന്നതും. അല്ലെങ്കിൽ ലാലിൻ്റെ ഈക്വലായിട്ടൊരാളെ പോലെയാണ് ലാൽ പലപ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മറന്നു പോകും. പക്ഷെ എന്നാൽ പോലും ഞാൻ സിനിമയിൽ വരുമ്പോൾ ലാൽ സൂപ്പർ സ്റ്റാറാണ്. രാജാവിൻ്റെ മകൻ കഴിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാർഡം നിലനിൽക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോഴും ലാലൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നതാകുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞ പോലെ തന്നെ തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരനൊക്കെ ഞാൻ മറന്നു പോകും. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സ്റ്റാറിനെ കാണുന്ന പോലെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അത് എല്ലാ ദിവസവും. ഇപ്പോൾ ഇന്നലെ അങ്ങനെ കണ്ടാലും നാളെയും രാവിലെ ഒന്ന് കാറിൽ ഇറങ്ങുമ്പോൾ എനിക്കിങ്ങനെ മോഹൻലാൽ വരുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുള്ളതുപോലെ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് മാറിപ്പോവും. ചോദ്യം എന്തായിരുന്നു? എൻ്റെ വളർച്ച എന്താണ്? മീൻസ് കൂടെ സഹനടൻ എന്ന അർത്ഥത്തിൽ ആ ഒരു അപ്ലിഫ്റ്റിംഗ് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഇപ്പൊ. അത് പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടില്ല. അത് നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പം ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അല്ലാതെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പറയുമല്ലോ പുള്ളി പണ്ടത്തെ പോലെ ഒന്നുമില്ല, ഇപ്പം ആകെ മാറിപ്പോയി മറ്റേ സിനിമ, അങ്ങനെ എനിക്ക് ഒരിക്കലും പറയാൻ തോന്നിയിട്ടില്ല. എന്ന് കാണുന്നത് ഞാൻ ഈ രാജാവിൻ്റെ മകൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ഭൂമിയിലെ രാജാക്കന്മാർ. അപ്പം ഭൂമിയിലെ രാജാക്കന്മാരിൽ ഞാൻ എടുത്ത് പറയാൻ ഒരു ക്യാരക്ടറിന് പേര് പോലുമുള്ള റോളല്ല, ഒരു ചെറിയ റോളാണ് ചെയ്യുന്നത്. പക്ഷേ ലാലുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പം എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമൊക്കെ പോയി ഞാൻ ഇരുന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഭൂമിയിലെ രാജാക്കന്മാർ സമയത്ത് ലാലിങ്ങനെ എന്തോ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ലാൽ പറഞ്ഞത്, ഞാനിങ്ങനെ അഭിനയിക്കാനൊക്കെ വരുമ്പോഴും ഇത്രയൊക്കെ ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ലാത്തത് രാജാവിൻ്റെ മകൻ സമയത്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ എവിടെയോ പോയി. അപ്പോൾ അന്ന് പോലും അത്രയും പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു മാറ്റങ്ങളൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. അത് അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പല പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴുള്ള മോഹൻലാൽ എന്ന നടൻ്റെ വളർച്ച ഞാനും ഒരു പ്രേക്ഷകനെ പോലെ നിങ്ങളെപ്പോലെ തന്നെ പുറത്തുനിന്ന് നോക്കി കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അന്ന് കണ്ട മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും. അതിനകത്തെങ്കിലും പ്രത്യേകിച്ചൊരു മാറ്റം കണ്ടിട്ടില്ല. ജീതു സാർ, അപ്പോൾ അതായത് ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്രിമിനൽ സാധ്യതകളെ വളർത്തുന്ന ഒരു തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേര് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരിക്കും? അങ്ങനെ ക്രിമിനലുകൾ അങ്ങനത്തെ ഒരു ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. കാരണം അത് ഒരു മർഡർ കവറപ്പ് ആയതുകൊണ്ട് ആൾക്കാർ പറഞ്ഞാൽ അത്. അപ്പം അതുകൊണ്ടിപ്പം ക്രിമിനൽ അതിനു മുമ്പ് ക്രിമിനൽ വളർന്നിട്ടൊക്കെ ഉണ്ട്. അതിനു മുമ്പും ആൾക്കാർ ബോഡി കവറപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. പിന്നെ ദൃശ്യം വരുന്നതിന് മുമ്പ് ആൾക്കാർ കൊന്നിട്ട് ഉടനെ ബോഡിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അല്ലല്ലോ, എല്ലാവരും കവറപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിന്നെ ദൃശ്യം വന്നപ്പോൾ അതിനൊരു ഒരു സ്ഥലം കിട്ടി, എല്ലാവരും കൂടെ വെച്ചത്. അങ്ങനെ അത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഇതൊരു വക്കീൽ ഒരു കേസ് ഫൈറ്റ് ചെയ്ത്
നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന ഇതാണ്. ഇതിപ്പം നേര് കഴിഞ്ഞ ശേഷമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വക്കീലന്മാർ നീതി നേടിക്കൊടുക്കാമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇത് നടക്കുന്നത്. നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന സംഭവങ്ങൾ, സിനിമ എന്നൊക്കെ പിന്നെ ഒരു ഡെപിക്ഷൻ ഓഫ് ലൈഫാണ്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റി കാണുന്ന കാര്യങ്ങളാണ് നമ്മളെടുത്ത് സിനിമയാക്കുന്നത്. അവിടെ നിന്നാണ് കഥകൾ കിട്ടുന്നത്. അപ്പം ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു സിനിമാറ്റിക് ഇത് അത്രയേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. ലാലേട്ടാ, മീശ വിരിച്ച ലാലേട്ടനെ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ജയിലറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണം അങ്ങനത്തെ ഒരു ചിത്രം എന്ന ഒരു തോന്നലും. മുണ്ട് മടക്കിയിട്ടുള്ള ലാലേട്ടനെ കാണാൻ വേണ്ടി എപ്പോഴാണ് പ്രേക്ഷകർക്ക് അങ്ങനെ കാണാൻ കഴിയുക? അല്ല, അതിൻ്റേതായിട്ടുള്ളൊരു കഥ വരണം, ഒരു കഥാപാത്രം വേണം. ഈ സിനിമയിൽ ഞാൻ മീശ പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനെ അത്തരത്തിലൊരു സിനിമ വരട്ടെ. ഇപ്പം അത്യാവശ്യം കുറച്ച് പിടിച്ചിട്ടുള്ളൊരു സിനിമ വരുന്നുണ്ട് അടുത്ത് തന്നെ, മലയക്കോട്ട വാലിബൻ. അതിൽ മുണ്ടില്ല, എന്നാലും അതിലൊരു ആക്ഷൻ വളരെയധികം രസമുള്ളതാണ്. ഒരു മീശ പിടിച്ചിട്ടുള്ളൊരു സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടാകാറില്ല. ആ സിനിമയിലേക്ക് പിന്നെ ഞാൻ മീശ പിടിച്ച് അഭിനയിക്കുകയാണ്. അങ്ങനെ മീശ പിടിച്ച് മോഹൻലാലിന് വേണ്ടി ഒരു കഥ എഴുതുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഈ സിനിമയിൽ പോലും ജിത്തുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഈ സിനിമ എഴുതുമ്പോഴൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ടേ അല്ല അവർ ആ കഥ എഴുതുന്നത്. അവരൊരു കഥ എഴുതി അതിലെ കഥാപാത്രങ്ങളായിട്ട് പിന്നെ അതിലേക്ക് ആര് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. ശരിക്കും അതാണ് വേണ്ടത്. നമ്മുടെ ഇവിടെ ഒരു പക്ഷേ നേരെ തിരിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമ പലതും സക്സസ് ആയിട്ടുണ്ട്, പലതും ആ കാരണം കൊണ്ട് മോശമായിട്ടുമുണ്ട്. അപ്പോൾ എപ്പോഴും കഥാപാത്രത്തിന് അനുയോജ്യമായ ആക്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ നമുക്ക് കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ആ സിനിമയിലേക്ക് ആ ഡയറക്ടറിന് തോന്നുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് തന്നെ മീശ പിടിച്ച ഒരു സിനിമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഒന്നും മീശ പിടിക്കാൻ കഴിയും. ഞാൻ താടി വളർത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ മീശ പിടിക്കില്ല. ഈ റാമില് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാന്ന് തോന്നുന്നല്ലേ? ആയിരിക്കാം. മിഷൻ ഇമ്പോസിബിൾ പോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഈ മീഡിയയിലൊക്കെ അല്ല, ഈ ഓൺലൈനിൽ ആരാണ്ട് എന്തൊക്കെയോ പറയണത്. മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ ഇത് ശാന്തി മാം, ഇപ്പോൾ സൂപ്പർ താരങ്ങളുടെ രക്ഷകയായിട്ടാണ് ഇത്രയും കാലം മാമിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു കഥ ഒരുക്കിയിരിക്കുന്നു. ഒരു പാവത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അതെ, ഏതിനാണ് ഉത്തരം പറയേണ്ടത്? സൂപ്പർ താരങ്ങളെ രക്ഷിക്കുന്നതിനാണോ? രണ്ടിനും ഉത്തരം പറയാം. ഇല്ല, അത് സൂപ്പർ താരങ്ങളെ രക്ഷിക്കുന്ന വന്നു ചേരുന്നതല്ലേ, അതൊരു ഭാഗ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും വക്കീലായിട്ട് മാത്രം. ആരുടെയൊക്കെ വക്കീലായത്? മമ്മൂക്ക, ലാലേട്ടൻ, പിന്നെ ജോർജ് കുട്ടിയുടെ വക്കാലത്ത് എടുത്ത കെയർ ഓഫിൽ ആ കേസ് ജയിച്ചതുകൊണ്ട് വിജയ് സാറിന്. കറക്റ്റ്. അപ്പോൾ അതാകുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. നാളെ ഇനി അടുത്തൊരു വക്കീലായിട്ട് പോകേണ്ടി വന്നാൽ അതപ്പം നോക്കാം. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഇപ്പം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ദൃശ്യത്തിൻ്റെ സമയത്ത് വരുന്നു, അത് കഴിഞ്ഞൊരു ത്രെഡ് നമ്മൾ കഥ എഴുതുന്നു, കഥ എഴുതി ആ ക്യാരക്ടറിലേക്ക് വന്ന് കയറുകയാണ്. സന്തോഷമല്ലേ? ആദ്യമായിട്ട് എഴുതുന്നു, കോറൈറ്ററായിട്ട് എഴുതുന്നത് ജിത്തു സാറിൻ്റെ കൂടെ. അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ഭാഗ്യം. അതിൽ അഭിനയിക്കുന്നത് അഡ്വക്കേറ്റ് വിജയ് മോഹനായിട്ട് വരുന്നത് ലാലേട്ടൻ. അതിനപ്പുറത്തേക്ക് എന്ത് ഭാഗ്യമാണ് വേണ്ടത്? ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന് വിശ്വസിക്കുന്ന നിമിഷമാണ് ഇപ്പോഴും. സിനിമ എന്താകും, 21-ാം തീയതി എന്താകും എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാരമില്ല എന്ന് വേണം പറയാൻ. ഞാൻ വളരെ ബ്ലെസ്ഡാണ്, വളരെ ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് ഈ നിമിഷത്തിനോട് വളരെ സന്തോഷമാണ്. ഇവരുടെ കൂടെ ഇരിക്കുകയാണ്. സിദ്ദിഖ, ജഗദീഷ് ചേട്ടൻ, പിന്നെ അങ്ങനെ എത്രയോ സീനിയർ ആർട്ടിസ്റ്റുകളാണ്. എത്രയോ അതിന് എനിക്ക് തോന്നുന്നു പുതുതായിട്ട് ഒരു കോറൈറ്ററായിട്ട് വരുന്ന ഒരാൾക്ക് ഇതിലും വലിയ ഭാഗ്യം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ സന്തോഷം. ഭാഗ്യത്തിനൊപ്പം തന്നെ ഭയങ്കര ഒരു ടെൻഷൻ കൂടെ ഉണ്ടാവില്ലേ? കാരണം ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് കഥ എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചോദിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകാത്ത എൻ്റെ പ്രശ്നമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന ജോലി ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും അവര് അഭിനയിക്കുന്നുണ്ട്. അതെ, ടെൻഷൻ എന്നുള്ളതല്ല. ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി, എന്നിലൊരു വിശ്വാസം സാർ അർപ്പിച്ചു. സാർ തരുന്നൊരു ജോലി, അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. എന്താണെങ്കിലും എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ 100% നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു. പിന്നെ അതിൻ്റെ സക്സസ് ആരാ തീരുമാനിക്കുന്നത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞു.
നാളെ അയ്യോ ഞാൻ ചെയ്തില്ല, ഞാനതങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നിടത്താണ് നമുക്ക് ഈ പറഞ്ഞൊരു ഭയമോ ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിച്ച ജോലി എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ചെയ്തു. അതിൽ ഞാൻ നീതി പുലർത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഭയമല്ല, ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. ജിത്തു സാർ, ഇപ്പം ജിത്തു സാറിനെ കുറിച്ച് പറയാൻ നേരത്തെ തന്നെ ദൃശ്യമാണ് ആദ്യം ഓർമ്മ വരിക. അപ്പൊ അതേ നടനെ വെച്ച് വീണ്ടും ഒരു ചിത്രം ചെയ്യാൻ നേരത്ത് ദൃശ്യത്തിന് അപ്പുറം നിൽക്കുന്ന ഒരു ചിത്രം എന്നതാണോ മുന്നിൽ കണ്ടത്? ഞാൻ പണ്ട് തൊട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് വന്ന് പിന്നെ എൻ്റെ സെക്കൻഡ് സിനിമ ഏതോ ഒരു സിനിമ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സിനിമ ഇന്ന സ്ഥലത്ത് എത്തിക്കുക, ഇത്ര കോടി ഇതിൽ എത്തിക്കുക, ഇതൊന്നും എൻ്റെ ലക്ഷ്യങ്ങളിലില്ല. അതാ ഞാനിപ്പോഴും പറയാം, ഐ എം എ സ്റ്റോറി ടെല്ലർ. എനിക്കൊരു കഥ കിട്ടി, ആ കഥ എൻ്റേതായ പെർസ്പെക്റ്റീവിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ ഒരു നല്ല സിനിമയായിട്ട് ഓഡിയൻസിലെത്തിക്കുക, ആ മാക്സിമം ഓഡിയൻസ് കാണുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഈ സിനിമ കഴിഞ്ഞപ്പോൾ 50 crore ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അന്നിങ്ങനെ എന്നെ കുറേ പേര് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും എൻ്റെ ലക്ഷ്യമല്ല, നല്ല സിനിമ ചെയ്യുക, അത് നന്നായിട്ട് ഓടുക. രണ്ട് കാര്യമുള്ളൂ, ഒരു സിനിമ ചെയ്യുക നന്നായിട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയുക. പ്രൊഡ്യൂസർ എന്നോട് പറയുക എനിക്ക് നഷ്ടം വന്നില്ല കേട്ടോ, ഐ എം ഹാപ്പി. നഷ്ടം വന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അത്രയും അതിനപ്പുറത്തേക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഒരു സിനിമ കണ്ട ആൾക്കാർ പറഞ്ഞു കൊള്ളാം കേട്ടോ, കൊള്ളാം, അല്ലെങ്കിൽ അയ്യെന്ന് വെക്കരുത്. പ്രൊഡ്യൂസർ പറഞ്ഞു ആ നഷ്ടം വന്നില്ല, ലാഭം കിട്ടിയ സന്തോഷം. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ലാലേട്ടൻ എന്നൊരു പെർഫോമറെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പഴയ ലാലേട്ടൻ എന്ന് പറയുന്നതിനപ്പുറം ഒരു പുതിയ ലാലേട്ടനെയാണ് ബേസിക്കലി ആ ട്രെയിലറിലൊക്കെ എന്തൊക്കെയോ ഒരു ഉൾക്കാമ്പുള്ള ഒരു ആക്ടറിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിൽ ആക്ടറല്ല, പെർഫോമറിനെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം അത് എങ്ങനെയായിരുന്നു? ജസ്റ്റ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നത് കണ്ണിങ് ആയിട്ട് നോക്കിയ ഒരു കാര്യമാണോ? അല്ല, അത് നമ്മളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ചില ക്യാരക്ടറിന് ഭയങ്കരമായ രീതിയിൽ എന്താ പറയുക ഡെപ്തും ആ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ സംഭവിക്കും. അല്ലാതെ ഒരു ആക്ടർ വരുന്നു, ആ ആക്ടറിന് ഭയങ്കര ഡെപ്ത് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം അതിൻ്റെ ഓർഗാനിക് സ്വഭാവം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പലരും ചോദിച്ചപ്പോൾ ഇത് ലാലേട്ടനെ കണ്ടെഴുതിയത് അല്ല, നമ്മളൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ശാന്തിയോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ തോട്ട് പറഞ്ഞു, ചുമ്മാ ഒരു സിമ്പിൾ തോട്ട് അത് ഡെവലപ്പ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്തു ഇത് ആർക്കൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നേ തുടങ്ങുള്ളൂ. അപ്പം ഓക്കെ, ലാൽ സാർ ചെയ്ത് കുറേ നാളായി ഇപ്പം ഈ വക്കീൽ വേഷം ചെയ്തിട്ട് ലാൽ സാർ ചെയ്ത ഭംഗിയാണ്. ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ചെയ്തിട്ട് ലാൽ സാർ എന്തെങ്കിലും കാണാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഞാൻ പോകും. അങ്ങനെ ഇത് പോകും. അവിടെയൊന്നും അങ്ങനെ ലാൽ സാറിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങനെ ഡെപ്ത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ ക്യാരക്ടറിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി പോകും. അപ്പോൾ എന്താണോ അത് ഓർഗാനിക്കലി സംഭവിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഓഫ് കോഴ്സ് അതിങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ ലാൽ സാറിന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ അഡീഷണലായിട്ട് ഞങ്ങൾക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലാൽ സാർ അടുത്തെങ്ങും ഇത് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് ഈ ഇത്രയും സട്ടിലായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറും ലാൽ സാർ ഈ അടുത്ത് ഈവൻ ദൃശ്യത്തിൽ പോലും ജോർജ് കുട്ടിക്ക് പോലും സാധാരണക്കാരനാന്ന് പറയുമ്പോൾ ഹീസ് അംബീഷ്യസ് വേറെ ലെവലിലൊക്കെ ഉണ്ട്. ഇത് അതിലും താഴെയുള്ളൊരു സാധാരണക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറൈസേഷൻ കിട്ടുമ്പോൾ ഒരു പക്ഷേ ലാൽ സാറിന് ഒരു ഇതായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു തോന്നൽ വന്നായിരുന്നു. അത്രേ ഉള്ളൂ. ജിത്തു സാർ, ഇപ്പം സാറ് എല്ലാ തരത്തിലുള്ള സിനിമകളും എടുത്ത് ഹിറ്റായിരിക്കുന്ന ഒരാളാണ്. അപ്പം മൈബോസ് ഒക്കെ പറയുകയാണെങ്കിൽ ദിലീപേട്ടനെ വെച്ച് ഒരുപാട് സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ തമാശകൾ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മളെല്ലാം ഒരുപാട് സന്തോഷത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലാലേട്ടനെ വെച്ച് നാളെ ഒരു തമാശ പടം സിനിമ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നാളെ പോയിട്ട് ലാലേട്ടനെ വെച്ച് തമാശ പടം എഴുതിയേക്കാൻ എനിക്കതിനെ അറിയില്ല. പക്ഷെ ഞാനിപ്പോൾ നാളെ ഒരു ഹ്യൂമർ സിനിമ എഴുതി വരുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ, അതിനകത്ത് ലീഡ് ക്യാരക്ടർ ഇത് ലാലേട്ടൻ ചെയ്താൽ നന്നാവുമല്ലോ എന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലും. അതാണ്. അല്ലാതെ എനിക്ക് ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ദിലീപിനെ വെച്ച് എന്നാ ഒരു കോമഡി പടം ചെയ്യാത്ത. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഥയില്ല, അല്ലാതെ ദിലീപിനെ വെച്ചോണ്ട് എഴുതിയേക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതാണ്. ഈ താളവട്ടം കണ്ടിട്ട് അമീർ ഖാൻ പ്രിയദർശൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈ ലാൽ സാർ എങ്ങനെ എത്ര പ്രാവശ്യം ഈ ഷോട്ടിന് മുമ്പ് റിഹേഴ്സൽ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ പ്രിയദർശൻ സാർ പറഞ്ഞു ഈ ജസ്റ്റ് ടേക്കാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം എടുക്കും, അല്ല റിഹേഴ്സലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഈ കട്ടിനും ആക്ഷനും ഇടയിലുള്ള ആ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് ഇത്രയും നാച്ചുറൽ ആകാൻ കഴിയുക? വേറൊരു കഥാപാത്രത്തെ ഞാനായി കരുതാൻ കഴിയുക? ആക്ഷനും കട്ടിനിടയിലാണ് നമുക്കുള്ള സ്പേസ്, അവിടെയാണ് അഭിനയിക്കുന്നത്.
അതല്ലാത്ത സമയത്ത് നമ്മൾ മോഹൻലാലല്ലേ, അതാണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ആ സ്പേസിനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ധർമ്മം. അത് സിനിമയിൽ മാത്രമുള്ളതാണ്. നാടകത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ചെയ്യും. ഇതൊന്നുമില്ലാതെ നമ്മൾ പെട്ടെന്ന് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ടാണ് ഒരു ആക്ടർ ജീവിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് പറയാനറിയില്ല സത്യം. കാര്യം അതൊരു പ്രാക്ടീസാണ്. കാര്യം ഇപ്പോൾ ഈ ഞാൻ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിജയ് മോഹൻ എന്നുള്ള കഥാപാത്രത്തെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അത് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. നമ്മൾ ആ സിനിമയിലേക്ക് പോയി ആ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ പോയി നിന്ന് നമ്മൾ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാതെ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അറിയാതെ ആ ഒരു ക്യാരക്ടറിൻ്റെ ചില മാനറിസങ്ങൾ നമ്മളിലേക്ക് വരും. അതൊരു കൺവിക്ഷനും ഒരു ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവർ ആരും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജിലായിരിക്കും അയാൾ വരുന്നത്. പിന്നെ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ അയാളുടെ കഥ അറിയാം. അപ്പോൾ ആ കഥയിൽ നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്ത ചില ആളുകൾ മനസ്സിലുണ്ടാകും, നമുക്കറിയില്ല. ഞാനത് മനഃപൂർവ്വം ഇപ്പം ഒരു കോടതിയിൽ പോയിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഇരുന്ന് കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ അഡ്വക്കേറ്റ് ഓരോ തരത്തിലല്ലേ അവരുടെ ബിഹേവിയർ പാറ്റേൺ. ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ പുറകെ നടന്ന് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ വനപ്രശ്നം എന്നുള്ള സിനിമ അങ്ങനെയല്ല. കഥകളി എന്ന് പറയുന്നത് അത് പഠിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അത് കഥകളിയായിട്ട് മാറില്ല. അവിടെ പോലും എനിക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയിരുന്നുള്ളൂ ചെയ്യാൻ. കാര്യം 10-40 വർഷമൊക്കെയാണ് കഥകളി പഠിച്ച് വലിയ ആൾക്കാരുടെ കൂടെയാണ്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ പറയാൻ അറിഞ്ഞൂടാ. ലാലേട്ടാ, ഇപ്പോൾ ഈ ഉസ്താദ് സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം എപ്പോഴും ഈ പെൺകുട്ടികളുടെ മനസ്സിൽ, ഇപ്പോൾ ഈ ചേട്ടന്മാരൊന്നും ഇല്ലാത്തവർക്ക് ലാലേട്ടൻ ഏട്ടനാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വരെ ലാലേട്ടന ഏട്ടാന്നാണ് വിളിക്കാറ്. ആ ഒരു വിളി എത്രമാത്രം ആസ്വദിക്കും? ഭയങ്കര ബ്ലസ്ഡ് അല്ലേ. ഇപ്പം അങ്ങനെ ഇപ്പോൾ ദാസേട്ടാന്നാണ് എല്ലാവരും വിളിക്കുന്നത് അല്ലേ. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ ഒരു സിനിമയിലൂടെയാണ് വന്നത്. സർവകലാശാല എന്നുള്ള സിനിമയിൽ ലാലേട്ടാന്ന് വിളിച്ച് ആ വിളി കണ്ടിന്യൂ ചെയ്തു. കുഞ്ഞു കുട്ടികളല്ല, വയസ്സായ ആൾക്കാരൊക്കെയാണ്. വളരെ 90 വയസ്സായ ആൾക്കാർ ലാലേട്ട എവിടെ പോകുന്നതെന്ന് ചോദിക്കും. അതൊരു സന്തോഷമാണ്. പലരുടെയും വിചാരം എൻ്റെ പേര് ലാലേട്ടാന്ന്. മോഹൻലാലിന് വിളിക്കുന്ന അത്യപൂർവ്വ ആൾക്കാരേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും എന്നെ ലാലേട്ടാന്ന് വിളിക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ പ്രൊഫസറായ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ലാലേട്ടാന്ന് വിളിച്ചിട്ട് പുള്ളി തന്നെ ചമ്പുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയുന്നത് എല്ലാവരും വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചോളൂ, എൻ്റെ പേര് അതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതാരാണെന്ന് അറിയാമ്പോൾ ലാലേട്ട എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ പറയുന്ന ഒരു ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു സന്തോഷവും ഭാഗ്യവും അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ലാലേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കാണുകയാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷനിൽ ഒന്ന് എന്ന് പറഞ്ഞിരുന്നു. അപ്പം പ്രണവ് ഇന്ത്യ കാണുന്നതാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷനിൽ ഒന്ന് എന്ന് പറഞ്ഞു. പ്രണവ് മോഹൻലാൽ എന്നൊരു ആക്ടർ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അയാൾ ചെയ്യുന്ന ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായി മാറുകയാണ്. പെർഫോമർ എന്ന നിലയിൽ അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഹൃദയത്തിൽ പോലും നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു പെർഫോമറെ അല്ല അതിൻ്റെ അത് കണ്ടത്. ഏറ്റവും പുതുക്കിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കണ്ടത്. പിന്നെ അടുത്ത ചിത്രം വരാൻ പോകുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ യാത്രയും ഒബ്സർവേഷനുമാണോ യഥാർത്ഥത്തിൽ ഈ അപ്ലിഫ്റ്റിങ് സംഭവിക്കുക? തീർച്ചയായും അയാൾക്ക് അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളോട് ഞാൻ പോയിട്ട് ഇത് ചോദിക്കാനും പാടില്ല. തീർച്ചയായും അപ്പം അവർക്ക് യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടം, നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. പണ്ട് വളരെ കാലം മുമ്പ് എനിക്ക് ഇതായിരുന്നു, വളരെയധികം ഇഷ്ടമായിരുന്നു ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ തിരക്കുകൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ആ ഒഴുക്കിൽപ്പെട്ട് അതിലേക്ക് മാറിപ്പോയി. ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കില്ലായിരുന്നു. അപ്പം നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. സിദ്ദിഖിക്കും ബേസിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നതാണ്. ആദ്യത്തെ ചിത്രത്തിൽ എന്താ ഫാദറായിട്ട് ഒരുമിച്ച് അഭിനയിച്ചു. ഒരു ജിത്തു സാറിനും അതിൻ്റെ അകത്തൊരു മറുപടി അറിയാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാര്യം ആദ്യത്തെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ഡയറക്ടറാണ് പ്രണവിൻ്റെ. അല്ല, അയാളുടെ ഒരു വളർച്ച നമ്മളും പുറത്തുനിന്ന് നോക്കിയാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ പ്രണവിൻ്റെ ആക്ടറെ പ്രണവ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് പ്രണവിനോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അയാളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്.
പല കാര്യങ്ങളെപ്പറ്റിയും നല്ല ധാരണയുള്ള ആളാണ്. നമ്മളോട് പല പല സംശയങ്ങൾ ചോദിക്കുന്ന ആളാണ്. ഒരിക്കൽ ഞങ്ങൾ ഈ ആദി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലെന ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, ഞാൻ ചില ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ലെന ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരു ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ ലെന പറഞ്ഞു, ഇക്ക ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പലതും ശരിയാണെന്ന് തോന്നി ഇങ്ങനെ. അപ്പോൾ എന്നിട്ട് പ്രണവിനോട് ചോദിക്കാൻ പോയി. അപ്പോൾ ലെന പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മല കാണുന്നു. അപ്പോൾ അപ്പൂന് എന്ത് തോന്നും? എന്ത് മല? ഒരു മല. അത് എങ്ങനത്തെ മലയാണെന്ന് പറയൂ. ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ച് ചോദിച്ചിട്ട് ഞാനൊക്കെ നല്ല പടപെടാന്ന് ഉത്തരം പറഞ്ഞു. ലെന അവസാനം ഉത്തരം മുട്ടിയിട്ട് ലെന എഴുന്നേറ്റ് പോയി. ഇത് ശരിയാവില്ല, ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതാണ് അപ്പു. അയാളുടെ അടുത്ത് അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ടൊന്നും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ജലാശയം കണ്ടു, അപ്പോൾ അപ്പൂന് എന്ത് തോന്നും? ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ തിരിച്ചു പോരും. ഇങ്ങനെ നമ്മളാരും പറയാത്ത ഉത്തരങ്ങളൊക്കെയാണ് അയാൾ പറയുക. അപ്പോൾ വളരെ ഡിഫറൻ്റായ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരാളാണ്. മിടുക്കനെ. ജിത്തു സാറ് എങ്ങനെ? അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒത്തിരി സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്, അന്നാണെങ്കിലും അതിനകത്ത് ഗിറ്റാർ വായിക്കുന്ന പർട്ടിക്കുലർ ഇത് വന്നപ്പോൾ ഒന്ന് മ്യൂസിക് ഡയറക്ടറൂടെ വന്നിരുന്ന് അത് എങ്ങനെയാണെന്ന് ചെയ്ത് പഠിച്ച് അങ്ങനെ ചെയ്ത്, അപ്പോൾ എന്താണോ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ട്രാവൽ ചെയ്ത് എനിക്കൊരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹം. അപ്പോൾ അന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞ് ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ വന്നപ്പോൾ ചോദിച്ചു, അവൻ അതിനകത്ത് തന്നെ അന്നേരം എന്നോട് പറഞ്ഞു എനിക്കൊരു ബുക്ക് എഴുതാം, അതിന് കുറച്ച് പൈസ വേണം. ഞാൻ ചോദിച്ചു എന്താ പറയുക, അല്ല എനിക്ക് കുറച്ച് പൈസ വേണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ലാൽ സാറിനോട് ചോദിച്ചു, ഇല്ല എനിക്ക് എൻ്റേതായ രീതിക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. പിന്നെ ഈ പറഞ്ഞ അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോഴും അതിനകത്ത് എന്ത് ജോലി ചെയ്യുന്നു അതിനകത്ത് പെർഫെക്റ്റായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്, ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ വൈഫാണ് ലിൻഡ. അപ്പം പ്രണവ് വന്നിട്ട് പറഞ്ഞു, അല്ല ചേട്ടനെ പറയണ്ടായിരുന്നു. അപ്പം ലിൻഡ പറഞ്ഞു മിണ്ടണ്ട, ചിലപ്പോൾ അതല്ലാതെ കടന്നു വന്നു. അപ്പം പ്രണവ് പറഞ്ഞില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പറഞ്ഞെന്ന് പറഞ്ഞു. ഈ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പം പുള്ളിക്ക് അതെല്ലാം കറക്റ്റായിട്ട് പോകണം, അത് ഫെയർ ആയിരിക്കണം, കറക്റ്റായിട്ട് പുള്ളിയുടെ ജോലികൾ ചെയ്യണം. ഒരു തെറ്റ് പറ്റിയാൽ അത് എനിക്കതുകൊണ്ട് ഭയങ്കര റെസ്പെക്റ്റാണ് പ്രണവിനോട്. ലാൽ സാർ ഇപ്പോൾ 2023 കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും സിനിമകൾ കണ്ടിരുന്നോ? എന്താണ് സിനിമകളെക്കുറിച്ച്, ഈ 23 ഇറങ്ങിയ സിനിമകളെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് സിനിമകൾ കാണാൻ കുറച്ച് പ്രയാസമുള്ള ആളാണ്. കാര്യം ഞാൻ കഴിഞ്ഞ വർഷം കൂടുതലും രാജ്യത്തിന് പുറത്തായിരുന്നു. എന്നാൽ അല്ലെങ്കിൽ മദ്രാസ് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ സിനിമകൾ കാണാറുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ കണ്ടു. ഞാൻ ജയിലർ കണ്ടിരുന്നു, അതാണ് ഞാൻ അവസാനം കണ്ടത്. അതിനുശേഷം ഞാൻ പുറത്തായിരുന്നപ്പോൾ വരെ നെപ്പോളിയൻ എന്നുള്ള ഫിലിം കണ്ടിരുന്നു. അങ്ങനെയൊക്കെ മലയാള സിനിമകൾ ജയ്ഹോ കുറേ സിനിമകൾ കണ്ടിരുന്നു. അല്ലാതെ നമുക്ക് കാണാനുള്ള സൗകര്യക്കുറവുണ്ട്. സിനിമ ഈ സിദ്ദിഖൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളാണ്. നമുക്കങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ സിനിമ കാണാറുണ്ട്. അപ്പം അവിടെ മദ്രാസിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, വളരെ യാത്രകളിലായിരുന്നു. ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പേ വന്നതാണ്. ഞാൻ ന്യൂസിലാൻഡിലായിരുന്നു, ഞാനൊരു തെലുഗു ഫിലിം ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ലാലേട്ടാ വരും വർഷം ലൈനപ്പ് കണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം തിയേറ്റർ ഇളക്കി മറിക്കുമെന്ന് ഉറപ്പുള്ള കുറേ പ്രൊജക്ട്സുകളുണ്ട്. ലാലേട്ട എങ്ങനെയാണ് അതിനൊക്കെ നോക്കി കാണുന്നത്? ഇളക്കി മറിക്കാൻ സാധിക്കട്ടെ, അല്ലാതെ ഞാൻ എന്താ പറയുക, എല്ലാം നല്ല സിനിമകളായിരിക്കും. നമ്മൾ അങ്ങനെയല്ലേ, നല്ല സിനിമകളിലേക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. വലിയ സിനിമകളാണ് ഈ, അതായത് നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. കാര്യം ഈ കോവിഡ് സമയത്ത് ദൃശ്യം എന്നുള്ള സിനിമ അതിന് വലിയൊരു ഫാക്ടറാണ്. ഒരുപാട് പേർക്ക് മലയാള സിനിമയെക്കുറിച്ച് അറിയാം. അപ്പം നമുക്ക് മലയാള ആക്ടേഴ്സിനെ കുറിച്ച് അറിയാം. നമുക്ക് മലയാള സിനിമ വലിയ സിനിമകൾ അവർ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം വലിയ സിനിമകൾക്കെന്ന് പറഞ്ഞാൽ ചെറിയ സിനിമകളുടെ കാര്യമല്ല പറഞ്ഞത്, നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. തമിഴും തെലുങ്കും ഹിന്ദി തമിഴിലേക്കൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്കൊക്കെ പോകാനുള്ള പക്ഷെ അത് വലിയ സിനിമകൾക്കാണ്. ഒരു കമേഴ്ഷ്യൽ എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്ന സിനിമകൾക്കാണ് കൂടുതൽ ചാൻസസ്. സോ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടാകട്ടെ, അതിനുള്ള ശ്രമത്തിനാണ്. നേരെ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്താണ്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് നേരിനെക്കുറിച്ച് പറയാനുള്ളത്?
അപ്പോൾ ഒരു സീക്കിംഗ് ജസ്റ്റിസ് അല്ലേ, സത്യം അന്വേഷിച്ചുള്ള യാത്രയാണ്. അപ്പോൾ സത്യം അന്വേഷിച്ചുള്ള ആ യാത്രയിൽ ഞങ്ങളോടുകൂടെ ചേരുക, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ആ സത്യം കണ്ടെത്തുക. അതാണ്. താങ്ക് യു. എല്ലാ താങ്ക് യു. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഒരാൾക്ക് ഭയങ്കര ശബ്ദം കൂടുതലും ഒരാൾക്ക് ഭയങ്കര ശബ്ദം കുറവും, അതെന്താണ്? അത് സിദ്ദിഖിക്ക വന്നപ്പോൾ പറഞ്ഞില്ലേ ടെൻഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ചെറുതായിട്ട് അതെ, ഞാൻ ചോദിച്ചെന്താണ്, ഒരാളുടെ ഒരു വോളിയം കൺട്രോൾ കുറച്ച് കയറി കിടക്കുന്നു, ഒരാളുടെ വളരെ ഫീബിളായിട്ട്. ലാൽ സാറുള്ളതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. എൻ്റെ ശബ്ദം ഒക്കെ ആയിരുന്നു. ഓക്കെ. താങ്ക് യു.